all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. നമ്മൾ ഡെറിവേറ്റീവ്സ് എന്താണ് അഥവാ ഡിഫറൻസിയേഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്തായിരുന്നു അല്ലേ. ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ള ആ സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. സോ എന്താണ് ഡെറിവേറ്റീവ്സ്? ഒരു ഫംഗ്ഷനായ എഫ് ഓഫ് എക്സിനെ അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ടേംസിൽ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് നമ്മൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കാണുക എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ അപ്പം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെറിവേറ്റീവ്, സിംപ്ലി ഡെറിവേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തേ ഉള്ളൂ, ടോട്ടൽ ഡെറിവേറ്റീവ്. അതായത് ഒരു ഫംഗ്ഷൻ സിംഗിൾ വേരിയബിളിൻ്റെ ടേമിലുള്ള ഫംഗ്ഷനെ അതേ വേരിയബിളിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ ഡിഫറൻസിയേഷൻ അഥവാ ടോട്ടൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ സെക്ഷനൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, പകുത്തുപോയത് അല്ലേ. അപ്പോൾ കുറച്ച് ഭാഗം അങ്ങനെ അതായത് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്ന് വിളിക്കുന്നത് പാർഷ്യൽ പാർട്ട് അല്ലേ. പാർഷ്യൽ മീൻസ് ഒരു പാർട്ട്, അതായത് പാർട്ട് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നത്. ടോട്ടലായിട്ട് ഒറ്റ സിംഗിൾ ഡെറിവേറ്റീവ് അല്ല, അറ്റ് ദ സെയിം ടൈം പാർട്സ് ആയിട്ട് പാർട്ട് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഡിഫറൻഷിയേറ്റ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷനകത്ത് എപ്പോഴും ഒന്നിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ പ്രസൻസ് കാണും. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് വൈ. ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ഇവിടെ സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സും ഉണ്ട് വൈയും ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ട് വേരിയബിൾസ് ഒരു ഫംഗ്ഷനാണ് എന്ത്, എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് വരുമ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമിൽ ഡെറിവേറ്റീവ് എടുക്കാം, വൈയുടെ ടേമിൽ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് പുതിയ ഡെറിവേറ്റീവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഹിയർ വി ആർ യൂസിങ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ വൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇസഡ് സ്ക്വയർ. ഈ ഒരു ഫംഗ്ഷൻ സംബന്ധിച്ച പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ 3 വേരിയബിൾസ്, ദാറ്റ് ഈസ് എക്സ് വൈ ആൻഡ് ഇസഡ്. 3 വേരിയബിൾസ് ഉള്ളൊരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് വൈ സ്ക്വയർ, വൈയുടെ ടേം ഉണ്ട്, ഇ റൈസ് ടു എക്സ്, എക്സിൻ്റെ ടേം ഉണ്ട്, സൈൻ ഇസഡ് സ്ക്വയർ, ഇസഡിൻ്റെ ടേമും ഉണ്ട്. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ്, ഒന്നല്ല രണ്ടല്ല 3 വേരിയബിൾസ്, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ്, ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് ഇൻ ടേംസ് ഓഫ് ഇസഡ് 3 വേരിയബിൾസിൻ്റെ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. അതായത് പാർട്സ് ആയിട്ട് 3 വേരിയബിൾസിൻ്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ക്യാരി ഔട്ട് ചെയ്യാം. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഡിഫറൻസിയേഷൻ വി യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇവിടെ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്കൊന്ന് ഡീൽ ചെയ്യാം. വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്? ഒന്നാമത്തെ പാർട്ട് പറയാം, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. എഫ് ഓഫ് എക്സ് വൈ എന്താണ് ആ ഫംഗ്ഷൻ? ഇ റൈസ് ടു 2x ഇൻറ്റു സൈൻ വൈ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷനകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിളുണ്ട്, വൈ എന്ന് പറയുന്ന വേരിയബിളുണ്ട്. സോ വി ക്യാൻ differentiate this equation in terms of x as well as in terms of y. X-ന്റെ ടേമിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ we write it as fx. fx means differentiating the function f in terms of x once. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഏത് വേരിയബിളിൻ്റെ ടേമിൽ? എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിൽ ഒരു പ്രാവശ്യം, ഒരു എക്സ് മാത്രമാണെങ്കിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിൽ 2 തവണ ഡിഫറൻഷിയേറ്റ് നമ്മൾ എന്ന് വിളിക്കുന്നത് എഫ് എക്സ് എക്സ് എന്ന് വിളിക്കുന്നത്. ഒരു തവണ ചെയ്യുന്നു, വീണ്ടും ഒരു തവണ കൂടെ ചെയ്യുന്നു. ഇങ്ങനെയല്ല നമുക്ക് എഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. ഇതെങ്ങനെ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് with respect to the variable x first and with respect to the variable y second. അതായത് ആദ്യം നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മുടെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, അതിനുശേഷം ആ കിട്ടിയ റിസൾട്ടിൻ്റെ എന്ത് ചെയ്യുന്നു, വൈയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഫോം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേസമയം ടോട്ടൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഒന്നെങ്കിൽ എഫ് എക്സ് അല്ലെങ്കിൽ എഫ് വൈ അല്ലെങ്കിൽ എഫ് എക്സ് അങ്ങനെ പറ്റുന്നു. ആ ഫംഗ്ഷനകത്ത് ഒന്നുകിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന വേരിയബിൾ മാത്രം. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എഫ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് എഫ് എക്സ്?
എഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു മൾട്ടിപ്പിൾ വേരിയബിൾ ഫംഗ്ഷനകത്ത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആ വേരിയബിൾ ഏതാണോ അതല്ലാതെ ആ വേരിയബിളിനെ മാത്രം കൺസിഡർ ചെയ്യുന്നത്, ബാക്കി എല്ലാ വേരിയബിൾസും എന്തായിട്ട് നമ്മൾ എടുക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിട്ട് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണുള്ളത്, എക്സും വൈയും. ഈ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനകത്ത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിലാണ്. സോ ഇവിടുത്തെ മറ്റേ വേരിയബിളായ വൈ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. Therefore, differentiating the function f with respect to the variable x once, that is fx is equal to, ഇവിടെ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേം, that is sin y എന്താണ്, അവിടെ കോൺസ്റ്റൻ്റ് ആണ്. Therefore, കോൺസ്റ്റൻ്റ് ഞാൻ ആദ്യം എടുത്തത്, that is sin y ഇൻറ്റു ഇനി e raised to 2x ഡെറിവേറ്റീവ്, that is e raised to x ഡെറിവേറ്റീവ് e raised to 2x ഇൻറ്റു 2 by means of chain rule. Therefore, it is equal to സാധാരണ ഡിഫറൻസിയേഷൻ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ട ഡെറിവേറ്റീവ് എടുക്കുന്ന വേരിയബിളിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്താണ് മറ്റെല്ലാ വേരിയബിൾസും ഞാൻ എടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. Therefore, the answer is 2 sin y e raised to 2x. What about fy? fy എന്ന് പറഞ്ഞാൽ എന്താ, differentiating the function y with respect to the variable, differentiating the function f with respect to the variable y. So y നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. Therefore എക്സിൻ്റെ ടേമിന് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തെഴുതാം. Therefore e raised to 2x ഇൻറ്റു sin y യുടെ ഡെറിവേറ്റീവ് sin y with respect to y is cos y. So fy is e raised to 2x into cos y. Next question. ഇതാണ് നമുക്ക് എഫ് എക്സ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എഫ് എക്സ് എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് എക്സ് ഓ എക്സ്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു തവണ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആ കിട്ടിയ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് എക്സിൻ്റെ സ്ഥാനം എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 2 ഇൻറ്റു sin y e raised to 2x. ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയും എക്സ് അല്ലാത്ത ടേംസ് ഓഫ് കോൺസ്റ്റന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 2 ഇൻറ്റു sin y ഇൻറ്റു e raised to 2x എന്ന് ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് e raised to 2x ഇൻറ്റു 2, ദാറ്റ് ഈസ് 4 e raised to 2x ഇൻറ്റു. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യുക, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ തവണ കിട്ടിയ റിസൾട്ടിനെയും അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3x പ്ലസ് 2y. ഇതാണ് ഫസ്റ്റ് ടൈം ഡിഫറൻസിയേഷൻ റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും കിട്ടും, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3x പ്ലസ് 2y നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1/2 റൂട്ട് ചെയിൻ റൂളാണ്, 3x പ്ലസ് 2y ഇൻറ്റു 3x പ്ലസ് 2y ഡെറിവേറ്റീവ്. അത് 2y എന്ന് പറയുന്നതിനകത്ത് എക്സിൻ്റെ ടേമിൽ, അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2y ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അഗെയിൻ 3x ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ഈസ് 3/2 into root of 3x plus 2y. Again, what about fy? Fy is equal to root of 3x plus 2y is differentiating in terms of y. That is equal to root in the derivative 1/2 root 3x plus 2y into ഇവിടെ 3x എന്ന് പറയുന്നത് അവിടുത്തെ 3x ടേമിനകത്ത് എന്തില്ല, y ഇല്ല. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ കോൺസ്റ്റന്റ്. അഗെയിൻ 2y ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് y ഈസ് 2. ദാറ്റ് ഈസ് ഈ 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് കിട്ടും, 1/√of 3x plus 2y. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ വേരിയബിൾ ഉള്ള ഫംഗ്ഷൻസ് ആണ്, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻസിനകത്ത് നമ്മൾ ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കറസ്പോണ്ടിങ് ആയിട്ടാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ആ വേരിയബിളിനെ മാത്രം കൺസിഡർ ചെയ്യും. ബാക്കി എല്ലാ വേരിയബിൾസിനെയും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടേംസിനകത്ത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് സാധാരണ ഗുണം നമ്മൾ ഡിഫറൻസിയേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. Again, what about the third question? W is equal to y e raised to z into sin xz.
അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? 3 വേരിയബിൾസ് ആണ് ഉള്ളത് അല്ലേ? ദാറ്റ് ഈസ് w is equal to y e raised to z into sin x z. അവിടെ x എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, y എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, z എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി differentiated in terms of 3 variables, that is x, y as well as in terms of z അല്ലേ? സോ നമുക്ക് x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. therefore wx is equal to wx എന്ന് എടുക്കുമ്പോഴത്തേക്കും x ഇല്ലാത്ത ടേംസ് എല്ലാം കോൺസ്റ്റന്റ്, അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്, e raised to z കോൺസ്റ്റന്റ് ആണ്. ഇവ മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയി പോയാൽ 0 ആയി പോയത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലേ? സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് y raised to z ഇൻറ്റു ഇനി അടുത്ത് sin x z ഡെറിവേറ്റീവ്, sin x z ഡെറിവേറ്റീവ് that is cos x z ഇൻറ്റു x z ഡെറിവേറ്റീവ് എന്താണ്? z കോൺസ്റ്റന്റ്, therefore z ഇൻറ്റു x ഡെറിവേറ്റീവ് that is 1. therefore wx is equal to z by e raised to z into cos x z. What about w by differentiating the function y with respect to the variable, differentiating the function w with respect to the variable y, that is equal to y ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് y ഇല്ലാത്ത ടേംസ് നമുക്ക് എന്താ എഴുതാം? കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. therefore e raised to z കോൺസ്റ്റന്റ് ആണ്, sin x z കോൺസ്റ്റന്റ് ആണ്. what about the derivative of y with respect to y? y എന്ന് പറയുന്ന വേരിയബിളിനെ സംബന്ധിച്ച് y ഡെറിവേറ്റീവ് that is dy by dy എന്താണ്? is equal to 1. therefore w by is e raised to z into sin x z. Again, what about w is that is differentiating the function w with respect to the variable z. z ഇൻക്ലൂഡിങ് എത്ര ടേംസുകളുണ്ട്? 2 ടേംസുകളുണ്ട് അല്ലേ? സോ z ഇല്ലാത്ത ടേമായ y നമ്മൾ പുറത്തെടുക്കുകയും ബാക്കിയുള്ളത് ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് നമ്മൾ സാധാരണ ഡെറിവേറ്റീവ്സിനെ d വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോ ഉപയോഗിച്ചാണ്. അതായത് 6-9 തിരിച്ചെഴുതാണ് എന്തായിട്ട് എടുക്കുന്നത്? ഡോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡോ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ y എന്നാണ് പറഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഡോ ബൈ ഡോ ഇസഡ്, ഇസഡിൻ്റെ ടേംസ് ആയതുകൊണ്ട് ഡോ ബൈ ഡോ ഇസഡ്, ഡോ എന്ത് e raised to z into sin x z. സോ y എന്ന് പറയുന്ന ടേമിനുള്ള പുറത്തെടുത്ത് y എന്ന് പറഞ്ഞ ടേമിനകത്ത് ഇസഡ് ഇല്ല അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പുറത്തെടുത്തു. ബാക്കിയുള്ള 2 ടേംസിനകത്ത് ഇസഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർഷ്യൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യും. ഇസ് ഈക്വൽ ടു y ഇൻറ്റു ഇത് രണ്ടും ഇസഡ് ടേംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. therefore ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് sin x z ഡെറിവേറ്റീവ് cos x z ഇൻറ്റു എക്സും ഇസഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണ്. therefore എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ sin x z ഇൻറ്റു e raised to z ഡെറിവേറ്റീവ് e raised to z. therefore the answer is y into x e raised to z cos x z plus e raised to z into sin x z. സോ ഇതാണ് എന്ത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വേറെ ഒന്നുമില്ല, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷനെ ആ ഓരോ വേരിയബിൾസിൻ്റെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, കൺസിഡറിങ് ദ റിമൈനിങ് വേരിയബിൾസ് ആസ് കോൺസ്റ്റൻസ്. നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസ് അല്ലാതെ മറ്റെല്ലാ വേരിയബിൾസിനെയും എന്തായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്തതിന് ശേഷം ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്സ് എടുക്കുന്നത് പാർട്ട് വൈസ് ആയിട്ട് ഓരോ വേരിയബിൾസിൻ്റെയും ടേംസിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു, കൺസിഡറിങ് ദ റിമൈനിങ് വേരിയബിൾസ് ആസ് എ കോൺസ്റ്റന്റ്. സോ അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? w എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഓരോ തവണ ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓർഡർ എന്ന് എന്താ? ഒരു പ്രാവശ്യം മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ. സോ ഇതോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞത് തന്നെ എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാം, എഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. അങ്ങനെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് പോസിബിൾ ആണ്. കാരണം അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. What about the first question?
f of xy is equal to x square into y square. And we have to find fxx yy. fxx yy എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എക്സിൽ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം വൈയിൽ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം എഫിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, വീണ്ടും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനെ ഒരു പ്രാവശ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആ കിട്ടിയ റിസൾട്ടിനെ വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്താണ് എന്ത് ചെയ്യുന്നത്? എഫ് എക്സ് എക്സ് വൈ വൈ എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എന്ന് നമുക്ക് ഇത് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് എക്സിൻ്റെ സ്ഥാനം നമുക്ക് എന്ത് കൊടുക്കാം? സോറി, എഫിൻ്റെ സ്ഥാനം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇതിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. പിന്നെ വീണ്ടും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്നോടെ വൈ ചെയ്യുക, വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ നമ്മൾ ആദ്യം എക്സിൻ്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ്, ഓരോ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തു. എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വൈ എന്താണ്? സോറി, വൈ സ്ക്വയർ എന്താണ്? കോൺസ്റ്റന്റ്. അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു again x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2x. ഈ കിട്ടിയ വിലയെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൂടെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഒരു പ്രാവശ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2ഉം കോൺസ്റ്റന്റ് ആണ്, വൈ സ്ക്വയറും കോൺസ്റ്റന്റ്. അപ്പോൾ 2y സ്ക്വയറിനെ പുറത്തെടുക്കും. ബാക്കി എന്തുണ്ട്? ഈ 2 കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ടെങ്കിൽ ആദ്യം എഴുതി ഇൻറ്റു എക്സിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റിമൈനിങ് ഡെറിവേറ്റീവ് ഈസ് 1. therefore y സ്ക്വയർ ഇൻറ്റു 2x നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2y സ്ക്വയറിനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്നും കൂടെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 നമുക്ക് മാറ്റി കഴിഞ്ഞാൽ 2y സ്ക്വയറിനെ 2 തവണ എന്ത് ചെയ്യണം? വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ 2y സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 ആദ്യം എഴുതി ഇൻറ്റു വൈ സ്ക്വയറിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2y. സോ 2y സ്ക്വയറിനെ നമ്മൾ ഫസ്റ്റ് ടൈം വൈയിൽ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 2y. again we have to differentiate in terms of this y. അല്ല, ആ y അവിടെ നമ്മൾ എഴുതി. That is 2 into 2 is 4. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. Therefore here 4 is a constant and the derivative of y with respect to y is 1. Therefore 4 into 1 is equal to 4. So x square y square എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ എക്സിൽ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ വൈയിൽ 2 തവണ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? The result is 4. സോ ഇത്ര ഉള്ള അകത്തേക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരാളാണ് ഡിഫറൻസിയേഷൻ ക്യാരി, പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ത് ക്യാരി ഔട്ട് ചെയ്തിട്ട് വരിക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ is f of xy is equal to y square e raised to x plus y. We have to find f x y y. നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? f x y y. അതായത് f x y y, which means we have to differentiate this function in terms of x, again in terms of y, once again in terms of y. So f നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? y സ്ക്വയർ e raised to x plus y എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യണം? ആദ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഒന്നും കൂടെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. therefore വൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് എക്സ് ഇറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഈ ടേമിനകത്ത് എന്തില്ല? എക്സ് ഇല്ല അല്ലേ? വൈ എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈ എക്സിലാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഈ ടേമിനകത്ത് എന്തില്ല? എക്സ് ഇല്ല. therefore ആ എക്സ് ഇല്ലാത്ത ടേം നമുക്ക് എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്ത് ഏത് വേരിയബിൾ അല്ല? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ല. മറ്റേ വേരിയബിളിനകത്ത് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. therefore ഈ കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. therefore പ്ലസ് 0. therefore y square e raised to x plus y, we are differentiating in terms of x, that is partial derivative നമുക്ക് എന്ത് കിട്ടും? y square e raised to x എന്ന് കിട്ടും. പ്ലസ് 0 നമുക്ക് എന്ത് ചെയ്യാമെന്ന് അവോയ്ഡ് ചെയ്യും.
ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇത്രയും ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ റിസൾട്ടിൽ നമ്മൾ ആദ്യം y ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഒന്നും കൂടെ y ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഈ ടേമിനാണ് y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സിൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ e raised to x is a constant. Again differentiating y square with respect to y is equal to 2y. So y square and e raised to x നെ ഒരു തവണ y ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? e raised to x into 2y എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഒരു വട്ടം കൂടെ y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, e raised to x എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. 2 e raised to x is a constant into differentiating y with respect to y, that is equal to 1. So the answer is 2 e raised to x. So f of x by എന്ന് പറയുന്ന ഫംഗ്ഷനായ y square e raised to x plus y എന്ന് പറയുന്ന മൾട്ടി ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ചെയ്തു ഒരു തവണ എക്സിലും രണ്ട് തവണ വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടുന്ന റിസൾട്ട് ഇസ് 2 e raised to x. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ് നമ്മൾ പറഞ്ഞു. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സെറ്റ് പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് റെസ്പെക്റ്റ് ആയിട്ട് കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാണ്ട് നമ്മൾ നെക്സ്റ്റ് സെഷൻ അത് ഡീൽ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ.